ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ ഹെവൻമാൻ്റെ പിറന്നാളായിരുന്നേ. പിറന്നാളുകാരനാണ് കിടന്നുറങ്ങുന്നത്. കുലുക്കി വിളിച്ചിട്ടും യാതൊരുവിധ ബോധമില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് ആളിന്ന് കുളിപ്പിച്ചതിന് ശേഷമുള്ളൊരു സീനാട്ടങ്ങൾ കാണുന്നത്. ആൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഉറക്കത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടെ സോപ്പിട്ട് ആളെ ഒന്ന് കൂളാക്കി പുറത്തോട്ടിറങ്ങി. തുടങ്ങിയെന്ന് പറഞ്ഞാൽ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറങ്ങിയ പാട് തന്നെ ആദ്യം അവൻ്റെ അമ്മ കൊണ്ടുപോയത് എൻ്റെ അച്ഛനമ്മ ഉറങ്ങുന്ന മണ്ണിലേക്കാണ്. അവിടെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം കാറ് കയറിയതാ ഞങ്ങൾ നേരെ നാട്ടിലുള്ള നന്താനശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ഹെവനെ കൊണ്ട് പോയത്. വീടിനടുത്ത് തന്നെയാണ് അമ്പലം. അമ്പലത്തിനടുത്തൊരു അടിപൊളി കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ ഞങ്ങളെ വീഡിയോസിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ കുളത്തിൻ്റെ ഒരു ഭംഗി. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഈ കുളത്തിൽ തന്നെയാണ് കേട്ടോ. രാവിലെ വന്ന് ഇറങ്ങിയ പിന്നെ വൈകുന്നേര സമയത്ത് തിരിച്ച് കയറിപ്പോവുള്ളൂ. ഇപ്പോൾ ഈ കുളം നിറച്ചും പായൽ പിടിച്ചിരിക്കുകയാണേ. വർഷം നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഈ കുളം വൃത്തിയാക്കാറുണ്ട്. ഈ പായൽ കംപ്ലീറ്റ് വലിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റൈലാട്ടോ ഈ അമ്പലക്കുളം കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ അമ്പലക്കുളത്തിൻ്റെ ചുറ്റുപാടും. ഈ കുളത്തിൻ്റെ അരികിലൂടെയുള്ള വഴിയിലൂടെ വേണം നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ചെറുപ്പകാലത്ത് അമ്മേനെ കൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ വരാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ വരാൻ. അത് നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും. പണ്ട് കാലത്തുള്ള ആ കരിങ്കല്ല് കൊണ്ട് തന്നെ വെട്ടി ഉണ്ടാക്കിയൊരു സ്റ്റെപ്പാണ് കേട്ടോ. മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാരും നാട്ടുകാരൊക്കെ സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ ഈ അമ്പലം പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആ അമ്പലത്തിൻ്റെ ചുറ്റുപാട് കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ നല്ല കൂളായി കിട്ടും. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് നേരെ പോയത് നടുവണ്ണൂർ അങ്ങാടിക്കാണേ. വേറെ ഒന്നുമല്ല, ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി വീട്ടിൽ ചെന്നെല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ ഹെവൻമാൻ നല്ല ഉറക്കം തന്നെയാണ്. ഇനിയിപ്പോൾ ഹെവൻമാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.